IFFKയുടെ രണ്ടാം ദിനമായ ഇന്ന് കലാഭവനിലാണുള്ളത്. കലാഭവനിൽ മലയാള സിനിമാ വിഭാഗത്തിൽ ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ് പ്രദർശിപ്പിക്കുന്നത്. IFFK അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സിനിമ സ്ക്രീൻ ചെയ്യുവാണ്. അതിനുവേണ്ടി വന്നേക്കാം. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ആദ്യമായിട്ടാണ് വരാൻ പറ്റിയത്. അപ്പോൾ അത് എനിക്ക് വളരെ പുതിയ അനുഭവമാണ്. മിസ്റ്ററെ നമസ്കാരം. സിനിമ എങ്ങനെയുണ്ട്? സിനിമ നന്നായിട്ടുണ്ട്, നല്ല കയ്യടിയാണെന്നല്ല. സാധാരണ ഈ തിരക്കുകൾക്കിടയിലും ഔദ്യോഗിക തിരക്കുകൾക്കിടയിലൊക്കെ സിനിമകൾ കാണാറുണ്ട്. സിനിമ ആയതുകൊണ്ട് നേരിട്ട് കാണണമെന്ന് തീരുമാനിച്ചു വന്നതാണ്. അഭിലാഷിനെ കുറിച്ച് അറിയാലോ, നമ്മളുമായിട്ടുള്ള അടുപ്പൊക്കെ, അതുകൊണ്ട് നേരിട്ട് കാണാമെന്നതാണ്. ആനുകാലിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. ഇനിയുള്ളത് ഒരുപാട് പേരിലേക്ക് എത്തേണ്ട സിനിമയാണ്. വിഷ്ണു ചേട്ടൻ്റെ പ്രകടനം കണ്ടപ്പോൾ എന്ത് തോന്നി? വിഷ്ണു ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണു വളരെ മൈന്യൂട്ടായിട്ടൊക്കെയുള്ള കുറേ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വിഷ്ണു മാത്രമല്ല, അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ ഡാവിഞ്ചി, മറ്റേ ചേച്ചി, ഒരുപാട് പേര്, എല്ലാവരും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? IFFK കളറാണോ? കളറാണ് അടിപൊളി. ഇനിയുള്ള ദിവസം എന്തായാലും ഒപ്പം കാണും IFFKയിൽ. ഉണ്ട്. ഞാൻ മാക്സിമം എത്ര പടം കാണാൻ പറ്റും അത്രയും കാണാൻ ശ്രമിക്കും. വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങൾ എല്ലാവരും തമ്മിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്തൊരു ക്രൈസിസ് സത്യത്തിൽ ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ലാസ്റ്റ് സീനിലൊക്കെ ഉണ്ണിയുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തുമൊക്കെ തന്നെ നമുക്കത് കിട്ടും. റിയലി ശരിക്കും നമുക്ക് ആ ഇമോഷൻ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഒരു ചലഞ്ചിങ് ക്യാരക്ടറായിട്ടൊന്നും സത്യത്തിൽ എനിക്ക് ഒന്ന് ഡയറക്ടർ പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇന്നിപ്പം സിനിമ കാണുമ്പോൾ തന്നെയാണ് ഇതിങ്ങനെയാണ് ലിങ്ക് ചെയ്യപ്പെടുന്നത്. കുറച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യപ്പെടുന്നത് നമ്മൾ അറിയുന്നത് ഇന്നാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. നമ്മുടെ IFFKയിൽ പ്രദർശിപ്പിച്ചിരിക്കും കൂടെയാണ്. നിരവധി പ്രേക്ഷകർ നല്ല അഭിപ്രായം പറയുന്നു. അതെ, എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായം പറയുന്നു. വളരെ സന്തോഷമുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള സിനിമകളാണ് നമ്മളുടെ എല്ലാം വീട്ടിൽ കുട്ടികളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഒരു രീതി വെച്ചിട്ട് നമ്മൾ അറിയാതെ പല കാര്യങ്ങളും മറഞ്ഞു പോകാറുണ്ട്, ചെയ്തു പോകാറുണ്ട്. അതെങ്ങനെയാണ് കുട്ടികളെ ടച്ച് ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നും സത്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കാണുന്നുണ്ട്. കുറേ കുഞ്ഞു കാര്യങ്ങളിൽ, അനിയൻ്റെ കുട്ടിയുടെ കാര്യമാണെങ്കിലും എൻ്റെ മോളുടെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്നുള്ള കാര്യങ്ങൾ അവരെങ്ങനെയാണ് അവരുടെ ലൈഫിലേക്ക് എടുക്കുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ കുറച്ചും കൂടെ കെയർഫുൾ ആവണം എന്നൊക്കെ തോന്നി. കുട്ടികൾ പലതും കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത്ര സിമ്പിളായിട്ടുള്ള റീസണേ ഉള്ളൂ അതിനകത്ത്. വളരെ വിപുലമായൊരു റീസൺ അതിനകത്തില്ല. അതാണ് എൻ്റെ കാരണം. ഏതായിരുന്നു? സാധാരണ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പുറമേ കാണുന്ന ആൾക്കാരുണ്ട്, അവരെ ഉള്ളിൽ വേറൊരു കഥ കൂടിയുണ്ട്, വേറൊരു സ്വഭാവം കൂടിയുണ്ട് എന്നതും കൂടി. അതെങ്ങനെ ഏതെങ്കിലും ആൾക്കാരെ കണ്ടിരുന്നോ? അത്തരത്തിൽ അങ്ങനെ ഇൻസ്പയർഡ് ആയതാണോ? എല്ലാവർക്കും ഇതങ്ങനെ ആയിരിക്കുമല്ലോ. ഈ ഒരു സാധനം എല്ലാ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ ഇങ്ങനൊരു സാധനമുണ്ട്. അത് ചിലപ്പോൾ അവർ വിവേകം കൊണ്ടാണ് ചിലപ്പോൾ നന്നായിട്ട് പുറത്തേക്ക് വരിക. അവരുടെ വിവേകത്തിൻ്റെ തോതിനനുസരിച്ചിരിക്കും ഇത് പുറത്തു വരാൻ ഇരിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞ, ഒരു പരിധി വരെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത്. ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. അതായത് ഇവരുടെ സിസ്റ്റേഴ്സാണോ? ഇപ്പോൾ വിഷ്ണു ചെയ്ത ക്യാരക്ടറാണെങ്കിലും ഓപ്പോസിറ്റ് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആയാലും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സീൻ ഈ ചേച്ചി കാണുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ നാട്ടുമ്പുറം കഥകളിൽ ബേസ് ചെയ്യണമെങ്കിൽ അത് വലിയൊരു ചർച്ചയ്ക്ക് ഇവിടെയാവും, സഹോദരനെ അറിയിക്കും. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വിഷ്ണു ചെയ്ത ക്യാരക്ടറിനോട് ആ ചേച്ചിക്കുള്ളൊരു വിശ്വാസ്യതയാണോ? അതെ തീർച്ചയായിട്ടും. അവരതൊരു ഇഷ്യൂ ആക്കുന്നില്ല. അതാണ് അവിടെ ഒരു ഹിൻ്റുണ്ട്. ശരിക്ക് അവരെന്താണെന്നുള്ളൊരു ഹിൻ്റുണ്ട്. പ്രേക്ഷകൻ ഒരിക്കലും ആ ലാസ്റ്റ് ഘട്ടം വരെ ചോദിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കണ്ടായിരുന്നോ പടം? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. അപ്പോൾ ആരാധകരുടെ തിരക്കാണ്. ഞങ്ങൾ ഒരു തവണ വിഷ്ണു ചേട്ടൻ്റെ ബൈറ്റ് എടുത്തതായിരുന്നു. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ IFFKയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും പാൻ ഇന്ത്യൻ സ്റ്റോറി കണ്ടിരിക്കണം എന്നുള്ളതാണ്. ചേട്ടൻ ഞെട്ടിച്ചു, സൂപ്പറായിരുന്നു. എങ്ങനെയാണ് ഒരു ശ്രൈണഭാവത്തിലേക്ക് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? അല്ല, നമ്മൾ അങ്ങനെ ഉള്ള ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഭാവമുള്ള സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്.
ഒരു ആദ്യം അഭിലാഷ് ചേട്ടൻ പറഞ്ഞ ഒരു ഗസ്റ്റ് റോൾ ചെയ്യാനായിട്ടാണ് ചേട്ടനെ വിളിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കഥാപാത്രത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഉള്ളിലൂടെ കടന്നു പോയതൊക്കെ? അല്ല, എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ IFFKയിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ ഇത്രയും ഇങ്ങനെ നിറഞ്ഞ സദസ്സിലിരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇല്ല, ഞാനത് കൺസീവ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മളൊരു എന്താ പറയുക, ഒരു റെഫറൻസ് എടുക്കുമല്ലോ. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു റെഫറൻസ് അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. സൗണ്ടാണെങ്കിലും. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ IFFK വേദിയിൽ രണ്ടാമത്തെ ചിത്രം തന്നെ പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ്. ഐ എം സോ പ്രൗഡ്. ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുന്ന IFFKയിൽ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഇവിടെ വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൂവി ഇവിടെ പ്രദർശിപ്പിക്കുന്നു, എൻ്റെ മൂവി കാണാനായിരിക്കും ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ്. ഇല്ല, കുറച്ച് ഹിൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഒന്നും അറിയില്ലായിരുന്നു. ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്ത മോളെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? കഥയൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഓരോരോ രംഗമാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ഇവിടെ തിയേറ്റർ കണ്ടപ്പോഴാണ് മൊത്തമായിട്ടൊരു നല്ല സന്തോഷമായി. ആയിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ നന്നായിട്ട്. അവരാണ് എനിക്ക് എപ്പോഴും സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എത്തി സ്ക്രീൻ ചെയ്തിരിക്കുകയാണ്. എന്ത് തോന്നി നിമിഷം? വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ ചിത്രമാണ്? അല്ല, ഇത് രണ്ടാമത്തെ. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഓരോ കുഞ്ഞുങ്ങൾ ജയിക്കുമ്പോഴും വിജയിക്കുന്നത് പാരൻസാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചത് അത്രയും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റാണ്. കാരണം രണ്ടാമത്തെ സിനിമ IFFK പോലെ ഒരു വേദിയിൽ പ്രദർശിപ്പിക്കേണ്ടി വരികയും നല്ല അഭിപ്രായം കിട്ടിയെന്ന് പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എല്ലാ പാരൻസിനെ സംബന്ധിച്ച് അത് സന്തോഷമുള്ളതാണ്. അതേപോലെ തന്നെ ഞങ്ങൾ അത്രയും പ്രൗഡായിട്ടാണ് നിൽക്കുന്നത്. വളരെ കഴിഞ്ഞാൽ എല്ലാ ക്രൂസും കുഴപ്പമില്ല, കിട്ടും അങ്ങനെ ഓരോരോ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മൾ ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്കത് എങ്ങനെയായിരുന്നു? അതിൻ്റെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് നേരത്തെ തന്നെ ഡയലോഗ് കിട്ടരും. അപ്പോൾ നമ്മളതിനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കിട്ടിയത്.